ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടപ്പ എന്ന ആൻസർ പറയാനുള്ള കുറേ അഡീഷൻ ടിപ്സ് പഠിച്ചു. ഇന്ന് അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ടിപ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ 1 ഡിജിറ്റ് അഡീഷൻ പഠിച്ചു അല്ലേ? അതൊക്കെ ഇപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ ഒരു അവസാനം എത്തുമ്പോഴേക്കും നമ്മുടെ മക്കളൊക്കെ അതിങ്ങനെ വളരെ ഫ്ലൂവൻ്റ് ആയിട്ട് പറയാൻ പഠിച്ചു. ഇപ്പോൾ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ കണ്ടാൽ മതി നമുക്ക് ആൻസർ പറയാൻ പറ്റും അല്ലേ? ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കൂ. ഇനി ക്വസ്റ്റ്യൻ ഒന്നും വായിച്ച് സമയം കളയണ്ട, നമുക്ക് ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ എന്താ? 9. നെക്സ്റ്റ് വൺ 9. 4 + 3 7. 7 9 6 അല്ലേ? എല്ലാവർക്കും ഇങ്ങനെ ആൻസർ കിട്ടണില്ലേ? ആ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും അല്ലേ? ഇതൊക്കെ മക്കൾക്ക് കിട്ടുന്ന ഉറപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറപ്പിക്കാനായിട്ട്, മക്കൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് നോക്കണം അവരുടെ അടുത്ത്. അവർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളാണ് കാണണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സെയിം നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. 1 + 1 2, 2 + 2 4, 3 + 3 6, 4 + 4 8, 5 + 5 10, 6 + 6 12, 7 + 7 14, 8 + 8 16, 9 + 9 18, 10 + 10 20. ഇനി നമ്മൾ 10 ആൻസർ ആയിട്ട് വരുന്ന ആ അഡീഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ആദ്യമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിപ്പിക്കാം. എങ്ങനെയാണ്? 2 കൈയും ഇങ്ങനെ ചുരുട്ടി പിടിക്കാം. എന്ന് 1ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? നമുക്കറിയാം, നമ്മുടെ 2 കൈയിലും കൂടിയിട്ട് 10 ഫിംഗറാണുള്ളത് അല്ലേ? 10 ഫിംഗേഴ്സാണുള്ളത്. അതിൽ ഒരെണ്ണം മറ്റേ ബാക്കി എത്ര ഉണ്ട്? ആ ചുരുട്ടി പിടിച്ചൊക്കെ നോക്കിയാൽ മതി. 1 + 9 10, 2 + 8, 3 + 7, 4 + 6, 5 + 5, 6 + 4, 7 + 3, 8 + 2, 9 + 1, 10 + 0 അല്ലേ? അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷെ അതും ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് അവസാനത്തോട്ട് അതും ബൈഹാർട്ടാവും അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്തത് ഓർക്കാനുള്ളത് എന്താണ്? 1 ഡിജിറ്റിൽ തന്നെ 5നേക്കാളും മുകളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് അത് ഓർമ്മയിൽ നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ 5 + 6. അപ്പോൾ 5 + 6ലേക്ക് നോക്കുമ്പോൾ 11 ആണ് ആൻസർ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നില്ല. കുറേ കാലം ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒട്ടും ഓർമ്മയുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മമാരായാലും കുറേ കാലം ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 5 + 6 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു 5 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണല്ലേ? അപ്പോൾ 10 ആൻസർ വരുന്ന ആ അഡീഷനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? 6 ഒരു 5നെ എടുക്കാം നമുക്ക് അല്ലേ? അപ്പോൾ 5 + 5 10 ആയി. ഇനി ആ 6ൻ്റെ ബാക്കി ഒരു 1 ഇല്ലേ? 10 + 1 11 അല്ലേ? 10ൻ്റെ കൂടെ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ലേ അല്ലേ? 10 + 5 15, 10 + 7 17 അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഇത്തിരി വലുതാണെങ്കിൽ നമുക്ക് അതിനെ 10 ആക്കിയിട്ട് ബാക്കി പിന്നെ ആഡ് ചെയ്താൽ മതി. നമുക്ക് 7 + 4. അപ്പോൾ 7നെ 10 ആക്കാൻ എത്ര വേണം? 3. ഓക്കെ, ഇനി ബാക്കി അവിടെ എന്തുണ്ട്? 1. അപ്പോൾ 10 + 1 11. ഇനി 8 + 5. 8നെ 10 ആക്കാനോ? 2 മതി അല്ലേ? അപ്പോൾ 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ അത് 10 ആയി. ബാക്കി 3. സോ 10 + 3 13. അപ്പോൾ 8 + 5 എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, ഇത് അറിയാവുന്നവർ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പക്ഷെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ മറന്നു പോയവർക്ക് ഇങ്ങനൊരു ട്രിക്ക് യൂസ് ചെയ്താൽ അത് ആദ്യമായിട്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി 9 + 7. 9 + 7 എന്ന് പറയുമ്പോൾ എന്താണ്? 9നെ 10 ആക്കാൻ 1 മതി അല്ലേ? ബാക്കി അവിടെ എത്രയുണ്ട്? 6 ആണ്. അപ്പോൾ 10 + 6 16. ചെറിയ ക്ലാസ്സിലെ മക്കളെയൊക്കെ ആദ്യമേ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഫാസ്റ്റായിട്ട് നമ്പറൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ടെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നാണ്. 10 + 5 15, 20 + 3 23, 40 + 6 46, 70 + 4 74, 90 + 5 95 അല്ലേ? അങ്ങനത്തെ നമ്പേഴ്സൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് എന്താ പറയുക, ഫിംഗറും വേണ്ട, ഒന്നും വേണം, നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിനേക്കാൾ ഇത്തിരി കൂടി വലിയ നമ്പർ ആണെങ്കിലോ? 21 + 4. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക?
ഈ 21 എന്ന് പറയുന്നത് എന്താണ്? 20യും 1ഉം കൂടിയതല്ലേ? അതിൽ ആ 20 എവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ എടുക്കാം. 1 + 4 എത്രയാണ്? 5 ആണ്. അപ്പോൾ 20 + 5 25 അല്ലേ? അപ്പോൾ അങ്ങനെ ഈ നമ്പേഴ്സൊക്കെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. 32 + 3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. 30 + 5 35. 43 + 5. 40 എവിടെ ഇരിക്കട്ടെ? 3 + 5 8 ആണ്. അപ്പോൾ 40 + 8 48. എളുപ്പമല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 36 + 5. അത് ഇത്രയും കൂടി വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് അറിയോ? 30 + 11 ആണ്. 30 + 11 എന്ന് പറഞ്ഞാൽ 41 ആണ്. പക്ഷേ ചിലർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിലും എളുപ്പമുള്ള മാർഗ്ഗമുണ്ട്. ഓക്കെ, നമ്മൾ 6 + 5 ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തത്? 6നെ 10 ആക്കാണ് ചെയ്തല്ലേ? 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ അത് 10 ആവും. അപ്പോൾ ഈ 36നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ടെൻസിലേക്ക് എത്തിക്കണം. ഈ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 10 20 30 40 50 എന്നൊക്കെ പറയുന്ന ആ നമ്പേഴ്സ് ഇല്ലേ, അതാണ് ടെൻസ്. അപ്പോൾ 36 കഴിഞ്ഞ് വരുന്ന ടെൻസ് ഏതാ? 40 ആണ്. 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്താലാണ് 10 ആവണമെങ്കിൽ 36ൻ്റെ കൂടെ അതേ 4 ആഡ് ചെയ്താൽ അത് 40 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 എന്നൊരു 4 അപ്പുറത്തേക്ക് എടുത്ത് ആഡ് ചെയ്തത് 40 ആക്കി. ഇനി 5ൽ എന്താ ബാക്കിയുള്ളത്? 1 ആണല്ലേ? അപ്പോൾ 40 + 1 എന്താണ്? 41. ഇനി 42 + 8. 42നെ 2 8 ആവും. 2ൻ്റെ കൂടെ 8 ആഡ് ചെയ്താൽ അത് എന്താവും? 10 ആവും അല്ലേ? അപ്പോൾ 42ൻ്റെ കൂടെ 8 ആഡ് ചെയ്താലോ അത് 50 ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 56 + 4. നമുക്കറിയാം 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 10 ആവുമെന്ന്. അപ്പോൾ 56ൻ്റെ കൂടെ 4 ആഡ് ചെയ്താലോ അത് 60 ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 78 + 6. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ 10 ആവണത് അല്ലേ? അപ്പോൾ 78ൻ്റെ കൂടെ 2 ആഡ് ചെയ്താലോ അത് 80 ആവും. ഇനി ബാക്കി അവിടെ എത്രയുള്ളത്? 4 ഉണ്ടല്ലേ? 80 + 4 84. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 92 + 9. 2ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ അത് 10 ആവും. 92ൻ്റെ കൂടെ 8 ആഡ് ചെയ്താലോ അത് 100 ആവും. ഇനി ബാക്കി അവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ 101. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല എളുപ്പമല്ലേ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയിരുന്ന് ഇങ്ങനെ ആൻസർ പറയാം. നല്ല സുഖമല്ലേ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് വേണം. അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെന്താണല്ലോ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മിന്നും. അതിന് ഈ ട്രിക്കാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതണം. എന്നിട്ട് സമയം നോക്കണം. സമയം നോക്കിയിട്ട് നിങ്ങളത് ചെയ്യണം. അപ്പോൾ നമ്മൾ PT ഉഷയൊക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യില്ലേ? അവരൊക്കെ ഓട്ടത്തിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഓടും, സമയം നോക്കിയിട്ട് ഓടും. അപ്പോൾ ആദ്യത്തെ വട്ടം 100 മീറ്റേഴ്സ് ഓടിയത് 10-15 മിനിറ്റ് കൊണ്ടാണ്. 15 മിനിറ്റ് എടുത്തു. അപ്പോൾ രണ്ടാമത്തെ വട്ടം ഓടുമ്പോൾ എന്ത് ചെയ്യും? അത് കുറച്ച് 14 മിനിറ്റ് ആവും. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങനെ ഓടി വീണ്ടും ഓടി ആ സമയം കുറച്ച് കൊണ്ടുവരും അല്ലേ? അതേപോലെ എൻ്റെ മക്കൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ സമയം നോക്കി ചെയ്ത് സമയം കുറച്ച് നമ്മുടെ റെക്കോർഡ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത് ഫാസ്റ്റ് ആവണം. അപ്പോൾ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഒരുപാട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അമ്മമാരാ കാണണമെന്ന് വെച്ചാൽ മക്കളെ കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.